തലശ്ശേരി പുൽപ്പള്ളി ആക്ഷനിൽ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. ജനക്കൂട്ടത്തിനെയാണ് മാസത്തിലന്ന് കുഞ്ഞിക്കൽ നാരായണൻ ഒരു നേരിട്ടുള്ള ഒരു ഗറില്ല പോരാട്ടത്തിന് തയ്യാറാക്കിയത്. തലശ്ശേരി പുൽപ്പള്ളി ആക്ഷനിൽ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. അത് ഒരു അനിവാര്യമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സായുധ സമരത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രപരമായിട്ട് കുറച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ട് ഉടനെ അങ്ങ് നിർവഹിക്കാവുന്ന ഒരു കാര്യമായിട്ട് ലോകത്തിൻ്റെ ചരിത്രത്തിലില്ല. അപ്പം ഇവിടെ എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ നാരായണേട്ടൻ കുറച്ച് സാഹിത്യങ്ങൾ, മാവോയിസ്റ്റ് സാഹിത്യങ്ങൾ പ്രിൻ്റ് ചെയ്ത് പ്രചരിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നിറഞ്ഞ ഒരു മേഖലയാണ് കേരളം. ആ മാർക്സിസം ലെനിനിസം ഏറെക്കുറെ എനിക്ക് തോന്നുന്നു 1940 മുതൽ തന്നെയെങ്കിലും ഇവിടെ പ്രചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ രീതിയിൽ മാർക്സിസം ലെനിനിസം ത്തിൻ്റെ സ്വാധീനം തന്നെയാണ് അതിവേഗതയിൽ മാവോൻ്റെ എഴുത്തേക്ക് മാവോ സാഹിത്യങ്ങൾ കേരളത്തിൽ പ്രചരിപ്പിച്ച ഉടനെ തന്നെ വലിയൊരു നീക്കം അതിനനുകൂലമായിട്ടുണ്ടായി. പക്ഷെ അതിനെ എങ്ങനെ നയിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നത്തിൽ വർഗസമരത്തിൽ ആഴ്ന്നിറങ്ങിയിട്ടുള്ള വ്യക്തികളായിരുന്നു ലോകത്തിൽ വിപ്ലവങ്ങൾ. ചൈന മാവോസത്വമൊക്കെ മാർക്സിസം ലെനിനിസം സ്വാംശീകരിച്ചത് പഠിച്ചതല്ല, പുസ്തകം വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് പ്രയോഗിച്ച് സാവധാനത്തിൽ പഠിച്ചതാണ്. അങ്ങനെ ദീർഘകാലം കൊണ്ട് 1921 മുതൽ ഏറെക്കുറെ മാവോൻ്റെ ഒരു ലൈന് നിലവിൽ വന്നിട്ടുണ്ടെങ്കിൽ 1927 ശേഷം 1936 ചൈനീസ് പാർട്ടി അത് അംഗീകരിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യും. അതേമാതിരി ഒരു ദീർഘിച്ച രീതിയിലാണ് ഈ പ്രയോഗങ്ങളിലൂടെ മൊത്തത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ. ഇത് എല്ലാ വിപ്ലവം നടന്ന രാജ്യങ്ങളിലും അതങ്ങനെയാണ്. ഇവിടെയും ഈ സാഹിത്യം പ്രചരിപ്പിച്ചതിനോടുകൂടി ഉണ്ടായിട്ടുള്ള ഒരു വിഭാഗം, അതിൽ അതിനോടുള്ള അവരുടെ കമ്മിറ്റ്മെൻറ്റ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു ജനക്കൂട്ടത്തിനെയാണ് മാസത്തിലന്ന് കുഞ്ഞിക്കൽ നാരായണൻ ഒരു നേരിട്ടുള്ള ഒരു ഗറില്ല പോരാട്ടത്തിന് തയ്യാറാക്കിയത്. അത് പ്രയോഗത്തിലും പ്രത്യയശാസ്ത്ര പഠനത്തിലും രൂപാന്തരപ്പെട്ട് വരേണ്ടതിന് പകരം പെട്ടെന്ന് തന്നെ ഒരു വലിയ പദ്ധതിയായിട്ടാണ് രൂപാന്തരപ്പെട്ടത്. എന്നുവെച്ചാൽ അത്രയധികം ആൾക്കാർ ഉയർന്നു വന്നിരിക്കുന്നു പെട്ടെന്ന്. അപ്പം അതിൻ്റെ പ്ലാൻ തന്നെ തെറ്റായിരുന്നു. ഒരു ഗറില്ല വാർഫെയറാണ് ആരംഭിക്കേണ്ടതെങ്കിൽ അത് ചെറിയ രൂപത്തിൽ തന്നെ നമ്മൾ ഏറ്റവും മാവോ അതിന് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ഒരു രാജ്യത്തിൻ്റെ പിന്നണി പ്രദേശങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ പിന്നണി പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ കായലോര പ്രദേശങ്ങൾ, പർവ്വത പ്രദേശങ്ങൾ, ഈ രീതിയിൽ ജനങ്ങളാണെന്ന് വെച്ചാൽ വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന മേഖലകൾ, ശത്രു ആണെന്ന് വെച്ചാൽ സമ്പന്നർ ഒരിക്കലും എത്തിപ്പെടാത്ത മേഖലകൾ, അങ്ങനെ
ഉള്ള മേഖലകൾ തിരഞ്ഞെടുക്കുക എന്നാണ് ഗറില്ല വാർഫെയറിനെ സംബന്ധിച്ച പ്രാഥമികമായിട്ടുള്ള കാര്യം. ഇതിൽ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് 48 സമരം കൽക്കത്ത തീസിസ് വരുന്നത് അങ്ങനെയാണ്. അത് തെറ്റായിരുന്നു എന്ന് പിന്നീട് പറയുന്ന സമയത്തും അത് വാസ്തവത്തിൽ എന്തുകൊണ്ട് തെറ്റായിരുന്നു എന്ന് കമ്മ്യൂണിസ്റ്റുകാർ നിഗമനത്തിലെത്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല. നഗരങ്ങൾ ബൂർഷ്വാസിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെ പോലീസായാലും പട്ടാളമായാലും ഒക്കെ അവർക്ക് അതിവേഗത്തിൽ അവരുടെ സൈനിക നീക്കങ്ങൾ നടത്താൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഗറില്ല വാർഫെയർ നീണ്ടു നിൽക്കുന്ന സമരമാണ്. ഒരു ഏറെക്കുറെ ഒരു വ്യാവസായികമായിട്ട് വികസിക്കാത്ത മേഖലകളാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ഒരു നല്ല മാതൃകയാണ്. ഇവിടെയാണെന്ന് വെച്ചാൽ തെലുങ്കാന സമരം ആ രീതിയിൽ വളർന്നു വന്നിട്ടുള്ളൊരു സമരമായിരുന്നു, മാതൃകാപരമായിട്ടുള്ളൊരു സമരമായിരുന്നു. അതിനെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതല്ലെങ്കിൽ ബ്രാഹ്മണ നേതൃത്വം രവിനാരായണ റെഡ്ഡിയെ സംബന്ധിച്ചൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പോഴും. അവരെല്ലാവരും കൂടി ചേർന്ന് അതിനെ ഒറ്റിക്കൊടുക്കുകയാണ് ചെയ്തത്. അത് ഒറ്റിക്കൊടുക്കുക മാത്രമല്ല ചെയ്തത്, പിന്നീട് പൂർണ്ണമായിട്ടും അത് തെറ്റായിപ്പോയി എന്നുള്ള പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിലുള്ള വ്യാപകമായിട്ടുള്ള അഭിപ്രായങ്ങൾ രൂപാന്തരപ്പെട്ടു വരുന്നേരം അതിനെയും കൂടി കവർ ചെയ്യുന്ന രീതിയിൽ ഇതിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാവുന്ന രീതിയിൽ ഒരു കൽക്കത്ത തീസിസ് വരികയാണ്. നഗരങ്ങളിൽ ശക്തി കേന്ദ്രങ്ങൾ അവരുടെ ബൂർഷ്വാസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി നമ്മൾ തൊഴിലാളി വർഗത്തിൻ്റെ നല്ല കേഡർമാരെ കുറച്ച് നശിപ്പിക്കാൻ മാത്രമാണ്. ഞാനതിൽ പങ്കെടുത്ത ആളാണ്. അതിൽ രക്തം കുറച്ച് രക്തം തന്നെങ്കിലും അതിൽ ഒഴുക്കിയിട്ടുള്ള ആളാണ് ഞാൻ. ആ രീതിയിൽ എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും, ഭൂലോക വങ്കത്തരാണ് അന്ന് സംഭവിച്ചതല്ല. നഗരത്തിലേക്ക് വീണ്ടും നാരായണേട്ടൻ കാലി നീട്ടുകയാണ് തലശ്ശേരിയിൽ. അപ്പം അത് പുൽപ്പള്ളി ആക്ഷൻ ശരി, അത് ഏറെക്കുറെ ഈ മാവോൻ്റെ സിദ്ധാന്തങ്ങൾക്ക് അനുയോജ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പിന്നീട് ഒരു കാല് നഗരത്തിലേക്ക് നീട്ടിയത് എന്നുള്ളതിന് ഒരു ഉത്തരം ഇപ്പോഴും കൃത്യമായിട്ട് ഒരു നക്സലേറ്റിനും പറയാൻ പറ്റില്ല. എന്തായാലും അതൊരു തെറ്റായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പം ആ രീതിയിൽ പറ്റിയിട്ടുള്ള നയപരമായിട്ട് തന്നെ അത് തെറ്റായിരുന്നു. ആ രീതിയിൽ രണ്ടും പൊളിയാണ് ചെയ്തത്. സംഗ്രഹിച്ച് പറഞ്ഞാൽ ആ രണ്ടിൻ്റെയും തകർച്ചൻ്റെ കാരണം തലശ്ശേരി അതിനോട് ചേർത്ത് ബന്ധിച്ചിട്ട് കണക്കൂട്ടിയാണ്. അതുമാത്രമല്ല, ഒരു ഗറില്ല വാർഫെയറിനുള്ള ഒരു തയ്യാറെടുപ്പും പുൽപ്പള്ളിയിലും ഉണ്ടായില്ല. പുൽപ്പള്ളിയിലും ഒരു ജനക്കൂട്ടം തന്നെയാണ് ഉണ്ടായിരുന്നത്. അത് ഇവിടെ 100-300 ആളുണ്ടായിരുന്നെങ്കിൽ അവിടെ 10-50 ആൾ. അപ്പോഴൊക്കെ ഒരു ഗ്രൂപ്പിന് സാധ്യമായിരുന്നു 10-ലധികമുള്ള 10ഓളം പേര് വരുന്ന ഏറ്റവും മനസ്സുറപ്പുള്ള തോക്കുകൾ നന്നായിട്ട് ആയുധങ്ങൾ പ്രയോഗിക്കാൻ അറിയുന്ന ഒരു ഗറില്ല ഗ്രൂപ്പ് ചെയ്യേണ്ട പ്രവൃത്തി. പുൽപ്പള്ളി ആക്ഷൻ വളരെ ആക്ഷൻ ശരിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താണെന്ന് വെച്ചാൽ പുൽപ്പള്ളിയിൽ ദേവസ്വം ബോർഡ് അവിടെ 100 കണക്കിന് പാവപ്പെട്ട കൃഷിക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയും ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയും പുൽപ്പള്ളി പോലീസ് അതിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുകയും ചെയ്യുന്ന സമയത്താണ് ആ സംഭവം നടക്കുന്നത്. അവിടെ ഒരു ഗറില്ല വാർഫെയർ, ഗറില്ല പ്രവർത്തനം നടത്തുന്നതെങ്കിൽ അത് എന്നിട്ട് അവർ എങ്ങനെ ഒളിവിൽ പോകണം, എന്ത് ചെയ്യണം, പർവ്വതങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെ അവർ കൃത്യമായിട്ടുള്ള ധാരണകൾ എത്തേണ്ടിയിരുന്നു. തിരുനെല്ലി തൃശ്ശൂർ ആക്ഷനും അത് തന്നെയാണ് പറ്റിയത്. ഭക്ഷണം പോലും ഇല്ലാതെ ആണ് ഞങ്ങൾ ഭക്ഷണം ശേഖരിക്കാൻ ഇറങ്ങിയതാണ് പിന്നെ CRP മുന്നിൽപ്പെടാൻ കാരണം. അപ്പം ഇതിൽ തയ്യാറെടുപ്പുകൾ തന്നെയാണ് പ്രശ്നം. പരിചയക്കുറവാണ്, അത് അനിവാര്യമാണ്. പരിചയക്കുറവിന് കുറ്റപ്പെടുത്താനില്ല.
ഗറില്ല വാർഫെയറിലൂടെ യുദ്ധം ചെയ്യുന്നതിലൂടെ പഠിക്കുക എന്നുള്ളതാണ്. അതിപ്പോഴും പിന്നെ മാവോയിസ്റ്റുകൾ ചെയ്യുന്നതിനെ ഞാൻ കുറ്റപ്പെടുത്താത്തതും പിന്നെ അതിനെ ഞാൻ പിന്തുണയ്ക്കുന്നതും ഇത് പോരാട്ടത്തിലൂടെ പഠിക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് ജീവിതാനുഭവം കൊണ്ട് തന്നെ ബോധ്യമുള്ളത് കൊണ്ടാണ്.